ഉത്തരാഖണ്ഡിലെ സ്കൂളുകളിൽ ഭഗവത്ഗീത നിർബന്ധമാക്കുന്നതിനെതിരെ അധ്യാപക സംഘടന SC/ST അധ്യാപക സംഘടനയാണ് എതിർപ്പറിയിച്ച് കത്ത് നൽകിയത്. വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം ഭരണഘടനാ വിരുദ്ധമെന്ന് അധ്യാപക സംഘടന ആരോപിച്ചു. സ്കൂളിലെ പ്രാർത്ഥനാ യോഗങ്ങളിലാണ് ഭഗവത്ഗീതയിലെ ശ്ലോകങ്ങൾ പാരായണം ചെയ്യൽ നിർബന്ധമാക്കിയത്. ധനസുമോദ് ചേർന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. ധനസുമോദ്, എന്തായിരുന്നു വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവ്? അധ്യാപകരുടെ പ്രതിഷേധം എങ്ങനെയാണ്? ഉത്തരാഖണ്ഡിലെ സ്കൂളുകളിൽ, അതായത് 17,000 സ്കൂളുകളിലാണ് ഭഗവത്ഗീത പാരായണം നിർബന്ധമാക്കിയിരിക്കുന്നത്. ഒരു ആഴ്ചയിൽ ഒരു ശ്ലോകം വീതം നോട്ടീസ് ബോർഡിൽ പ്രദർശിപ്പിക്കുകയും ഒരു ശ്ലോകം എല്ലാ ദിവസവും പാരായണം ചെയ്യണം എന്നുള്ള ഒരു ആവശ്യമാണ് വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. അത് എല്ലാ അധ്യാപകരും വിദ്യാർത്ഥികളും ഇത് നിർബന്ധമായി തന്നെ പാലിക്കണം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഇതുകൂടാതെ വിദ്യാഭ്യാസ വകുപ്പ് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിന് NCERTക്ക് കൂടി ഒരു കത്ത് അയച്ചിട്ടുണ്ട്. ആ കത്തിൽ പറഞ്ഞിരിക്കുന്നത് ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി നിർബന്ധമായി വിദ്യാർത്ഥികൾ പഠിച്ചിരിക്കേണ്ട ഒരു ടെക്സ്റ്റായി ഭഗവത്ഗീതയും രാമായണവും ഉൾപ്പെടുത്തണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനെതിരെയാണ് വ്യാപകമായിട്ടുള്ള ഒരു പ്രതിഷേധം പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ അധ്യാപകരുടെ സംഘടനയാണ് ഇപ്പോൾ പ്രതിഷേധിച്ച് കത്ത് കൊടുത്തിരിക്കുന്നത്. കാര്യം, ഇതൊരു മതേതര വിദ്യാഭ്യാസം ഉറപ്പ് നൽകുന്ന ഒരു ഭരണഘടനയാണ് ഉള്ളത്. അതുകൊണ്ട് ഭരണഘടനയ്ക്ക് വിരുദ്ധമായ നടപടികളാണ് ഇപ്പോൾ ഉത്തരാഖണ്ഡ് സർക്കാർ സ്വീകരിക്കുന്നത്. ഇത് അടിയന്തരമായി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഇപ്പോൾ കത്ത് നൽകിയിരിക്കുന്നത്.